ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം തലശ്ശേരിയിൽ നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആധുനിക കാലഘട്ടത്തിലും ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യം പൊതുജനാരോഗ്യ രംഗത്ത് വർദ്ധിച്ചു വരുന്നതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പലതരത്തിലുള്ള പ്രയാസങ്ങൾ അവർ പിന്നീടും അഭിമുഖീകരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ശ്വാസകോശ സംബന്ധമായും അതുപോലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച ഘട്ടത്തിൽ ഈ ആയുർവേദ മേഖലയിലുള്ള മരുന്നുകൾ വലിയ രീതിയിലുള്ള സഹായമാണ് ആ ഒരു ഘട്ടത്തിൽ ആളുകൾക്ക് നടത്തിയിട്ടുള്ളത്. അപ്പം പല ആളുകളും രോഗം വന്ന് കുറച്ച് കഴിയുന്ന ഘട്ടത്തിൽ അത് തുടർച്ചയായി അതിൻ്റെ പാർശ്വഫലമായിട്ടുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ആളുകളെല്ലാം ഈ മേഖലയിൽ ആയുർവേദ മേഖലയിൽ എത്തിക്കൊണ്ട് ആയുർവേദ മരുന്നുകൾ കഴിച്ചുകൊണ്ടാണ് അതിനെ നന്നായി അവർക്ക് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശാരീരികമായ പ്രതിരോധത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് ആയുർവേദം. ഇപ്പം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളത് എന്ന് പറയുന്നത് നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആയുർവേദത്തിന്റെ ഭാഗമായിട്ട് ഒരു മനുഷ്യന് നല്ല ആരോഗ്യമുള്ള ഒരാളായി മാറുന്നതോടുകൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിന് വേണ്ടി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അടക്കം ഇതിന്റെ ഭാഗമായിട്ട് സാധിക്കുന്നുണ്ട്. കോളേജിൽ വെച്ച് മേഡത്തിന് മരണമേഖല എന്ന നാടകത്തിൽ അഭിനയിച്ചതിന് മികച്ച നടിക്കുള്ള അവാർഡ് നിങ്ങൾക്കും അടുത്ത പ്രദേശങ്ങളിലെ ജനങ്ങൾക്കും വേണ്ടി നടത്തുന്നു. 2000-ൽ AMI കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പദവിയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ മിസസ് യു പ്രമീള റിട്ടയർഡ് അധ്യാപികയാണ്. 2 പെൺമക്കൾ, 2 പേരും എഞ്ചിനീയർ, USA-ലും ജർമ്മനിയിലും സെറ്റിലാണ്. 2025-26 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ നാട്ടുവൈദ്യവും പാരമ്പര്യവൈദ്യവും സംരക്ഷണത്തിനായി കമ്മീഷൻ രൂപീകരിക്കുന്നതിനും ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങളിൽ സമ്മേളനം ശക്തമായി പ്രതിഷേധിച്ചു. കേരളത്തിലെ നാട്ടുവൈദ്യം എന്നത് ആയുർവേദമാണെന്ന് വിവിധ വിധികളിലൂടെ സുപ്രീം കോടതി ഉൾപ്പെടെ പലതവണ വ്യക്തമാക്കിയതാണ്. വ്യവസ്ഥാപിതമായ ആയുർവേദ പഠനം സംസ്ഥാനത്ത് ആരംഭിച്ചിട്ട് 125-ൽ അധികം വർഷങ്ങളായി. പ്രശസ്ത വൈദ്യ കുടുംബങ്ങൾ എല്ലാം തന്നെ അവരുടെ പുതിയ തലമുറയെ ആയുർവേദ കോളേജുകളിൽ പഠിപ്പിച്ചിട്ട് ആയുർവേദ ഡോക്ടർമാർ ആക്കിയിട്ടുമുണ്ട്. അത് തുടരുന്നുമുണ്ട്. വ്യാജ ചികിത്സകരെ സൃഷ്ടിക്കുന്ന ബജറ്റ് നിർദ്ദേശത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ രാമചന്ദ്രൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ KC അജിത് കുമാർ, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സിരി സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.